And finally, macOS Tahoe or macOS 26 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റങ്ങളും ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതേപോലെ എല്ലാ അപ്ഡേഷൻസിൻ്റെയും ടിപ്സിൻ്റെയും ട്രിക്സിൻ്റെയും വീഡിയോസും ബാക്കി എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ദിസ് ഇസ് വിബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യം macOS Tahoe ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഔട്ട്ലുക്കും അതേപോലെ എല്ലാ എലമെൻസും UIയും ആപ്പ് ഐക്കൺസും ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ ഓരോ ആപ്പ് ഐക്കൺസിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ആൻഡ് ഈ പറഞ്ഞ ഫൈൻഡറിൻ്റെ ഐക്കൺ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. ഈ പറഞ്ഞ ഐക്കൺ കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയ ലുക്കിലേക്കാണ് macOS Tahoeയിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതിയ ഒരു കൺട്രോൾ സെൻറ്ററും ഇവിടെ കാണുന്നുണ്ട്. ഈ കൺട്രോൾ സെൻറ്ററിൻ്റെ ബാക്കി കാര്യം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സംസാരിക്കാം. സോ ഈ ഒരു ലിക്വിഡ് ഗ്ലാസ്സിൽ ഫുൾ കാര്യങ്ങൾ വന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മെനു ബാർ ഇവിടെ നിങ്ങൾക്ക് നന്നായിട്ട് സിങ്കായി പോകുന്നത് മനസ്സിലാവും. ഇവിടെ വേറൊരു സെപ്പറേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു മെനു ബാറും വാൾപേപ്പറും ഒറ്റ പീസിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആപ്പിൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഓപ്ഷൻസിനും ഗ്ലിഫ് ഐക്കൺ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന ഐക്കൺസും ഇവിടെ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നതാണ്. നേരെ നമ്മുടെ ഈ പറഞ്ഞ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൻ്റെ ഈ ഒരു ലുക്കിൽ തന്നെ കംപ്ലീറ്റ് ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഓരോ ബോർഡേഴ്സും കുറച്ചുകൂടെ റൗണ്ടഡ് ആയിട്ടും അതോടൊപ്പം നമുക്ക് സ്കെയിൽ ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷനും ആ ഒരു ചെറിയ ഐക്കൺ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ നമുക്ക് ആദ്യം ഈ പറഞ്ഞ കസ്റ്റമൈസ് ഓപ്ഷനിലേക്ക് പോകാം. അതിന് അപ്പിയറൻസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പിയറൻസിൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഡിഫോൾട്ട് വന്നിട്ടുണ്ട്, അതേപോടൊപ്പം ഡാർക്ക് വന്നിട്ടുണ്ട്. ക്ലിയർ എന്ന് പറയുന്ന പുതിയ ആ ഒരു iOSലേക്ക് വന്ന സെയിം ഓപ്ഷൻസും ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഐക്കൺസും ആ ഒരു ക്ലിയർ ലുക്കിലേക്ക് പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ടിൻറ്റഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കളർ ഏത് കളറാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ആ ഒരു കളർ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ബ്ലൂ, പേർപ്പിൾ, പിങ്ക് എന്നിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഓരോ കളേഴ്സ് ഇവിടെ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ടിൻറ്റഡ് ഐക്കൺ ഷെയ്ഡിലേക്കും കറക്റ്റായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. അടുത്ത ഒരു കസ്റ്റമൈസ് ഓപ്ഷനാണ് ഈ പറയുന്ന വാൾപേപ്പർ എന്ന് പറയുന്നത്. വാൾപേപ്പറിൽ നമുക്ക് സ്ക്രീൻ സേവർ എന്ന ഓപ്ഷനും കൂടെ ഇപ്പോൾ ഇൻബിൽഡായിട്ട് വാൾപേപ്പർ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഫോട്ടോസിൻ്റെ ഓപ്ഷനും സെക്കൻഡായിട്ട് വന്നിട്ടുണ്ട്. ഈ പറയുന്ന വാൾപേപ്പറിൽ നമുക്ക് താഹോയുടെ ഒരു ഒഫീഷ്യൽ വാൾപേപ്പറും വരുന്നുണ്ട്. ഈ ഒരു സെയിം വാൾപേപ്പറിൽ നമുക്ക് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും വരുന്നുണ്ട്. ജസ്റ്റ് ലൈറ്റ് മോഡ് ഇടുമ്പോൾ ഈ പറഞ്ഞ വാൾപേപ്പറിൻ്റെ ആ ഒരു ചേഞ്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഡാർക്കിലാണ് നടക്കുന്നത്, നമുക്ക് നേരെ ലൈറ്റിലേക്ക് ഇടാം. ലൈറ്റിലേക്ക് മാറുമ്പോൾ ഈ പറയുന്ന വാൾപേപ്പറിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി ഈ സെയിം സാധനം നമുക്ക് ഓട്ടോമാറ്റിക് ഇടുകയാണെങ്കിൽ ഈ പറയുന്ന ടൈമും ബാക്കി കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഈ പറയുന്ന ഡാർക്ക് മോഡും നൈറ്റ് മോഡും ചേഞ്ച് ആവുന്നുണ്ട്. ആൻഡ് അടുത്തൊരു ചേഞ്ച് ഇവിടെ വന്നിരിക്കുന്ന ക്ലോക്ക് അപ്പിയറൻസിലാണ്. ക്ലോക്ക് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മുടെ macOSൽ വരാൻ ഒരു ഹോൾ ന്യൂ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ പറയുന്ന ക്ലോക്കിൻ്റെ ഓരോ ഫോൺ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ നോർമലായിട്ട് കാണുന്ന ആ ഒരു ക്ലോക്ക് ഫോണ്ടാണ്. നമുക്ക് മൾട്ടിപ്ലൈ ആയുള്ള ഫോൺ സെലക്ഷൻസും ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അതിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലോഗോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറക്റ്റായിട്ട് ഒരു പുതിയ ആ ഒരു ഗ്ലാസ് ഫിനിഷ്, ലിക്വിഡ് ഗ്ലാസ് ഫിനിഷ് ഇവിടെ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അടുത്തത് നമ്മൾ ഇത്രയും നാളും കണ്ടു മറന്ന ആ ഒരു വോളിയത്തിൻ്റെയും ബ്രൈറ്റ്നസിൻ്റെയും ചക്ക പോലത്തെ ഒരു UI ആയിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ macOS Tahoe നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ആനിമേഷൻസും ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന വോളിയം കുറക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ചിഹ്നം ഇവിടെ വ്യത്യാസം വരുന്നതും അതോടൊപ്പം ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ആ ഒരു സെയിം ചിഹ്നം ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ പറഞ്ഞ ബ്രൈറ്റ്നസ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ആസ് എ മാക്ബുക്ക് യൂസർ നമ്മൾ കണ്ടുമറന്ന ആ ഒരു ലോഞ്ച് പാഡ് ആപ്പിൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ആപ്സ്. യെസ്, ഈ പറഞ്ഞ ആപ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എല്ലാ മാക്ബുക്ക് ആപ്ലിക്കേഷൻസും വന്നിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഈ ഒരു ഓപ്ഷൻ ഇഷ്ടമായിട്ടില്ല. കാരണം എനിക്ക് ഇപ്പോഴും ആ ഒരു സെയിം ആ ലോഞ്ച് പാഡാണ് ഇഷ്ടം. അത് കംപ്ലീറ്റ് സ്ക്രീനും പല പല ആപ്സ് വരികയും അതിൻ്റെ കൂടെ ആ ഡെപ്ത് വരികയും
എന്തോ എനിക്കതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്സ് എന്ന ഓപ്ഷൻ ഇഷ്ടമായാൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും യൂട്ടിലിറ്റീസ്, സോഷ്യൽ, അതേപോലെ ഇവിടെ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫൈനാൻസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഓർഗനൈസ്ഡ് ആയിട്ട് കുറച്ച് ഫോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറേയധികം ആപ്ലിക്കേഷൻസ് കാണാം. ഇതിൽ പല ആപ്ലിക്കേഷൻസും നമ്മുടെ ഐഫോണിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി ആപ്ലിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇപ്പം നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ യൂട്ടിലിറ്റീസ് എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് പല പല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള ഫോൾഡർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ കൺട്രോൾ സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ എൻഡ്ലെസ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് ഇവിടെ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് എഡിറ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. ബാറ്ററി, ക്ലോക്ക്, കണക്ടിവിറ്റി, ഡെസ്ക്ടോപ്പ് ആൻഡ് ഫൈൻഡർ എന്നിങ്ങനെ കുറേയധികം. അതിൻ്റെ കൂടെ തന്നെ ആക്സസിബിലിറ്റിയുടെയും കുറേയധികം കൺട്രോൾസ് നമുക്കവിടെ വരുന്നുണ്ട്. ഈ ഓരോ കാര്യത്തിൽ നിങ്ങൾക്ക് സ്മാർട്ട് ആക്സസറീസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഹോമിലെ ഏതെങ്കിലും സീന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഷസാം സെറ്റ് ചെയ്യാം, ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമായിട്ടുള്ള ഓട്ടോമേഷനും ഇവിടെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് താഴത്തേക്ക് പോകുമ്പോൾ കുറേയധികം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കൺട്രോൾ സെൻറ്ററിലേക്ക് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ മെനു ബാറിലേക്ക് കൺട്രോൾ ആഡ് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന കൺട്രോൾ സെൻറ്ററിലെ ഈ ഒരു മാറ്റം എന്തായാലും അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അടുത്ത വന്ന് ഞാൻ ചോദിച്ചാൽ നമ്മുടെ മെനു ബാറിലാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം, അവിടെ താഴത്തേക്ക് പോയിട്ടുണ്ട് മെനു ബാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കുറേയധികം പുതിയ ഓപ്ഷൻസും അതോടൊപ്പം കസ്റ്റമൈസ് ചെയ്യാനുള്ള കൺട്രോൾ ബാറിൻ്റെ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ അലോ ഇൻ ദ മെനു ബാർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണുക. നിങ്ങൾക്ക് സെലക്ട് ആയ കുറേയധികം ആപ്ലിക്കേഷൻസ് ഇവിടുന്ന് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇവിടെ എനിക്ക് അഡോബിൻ്റെ ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ അനോയിങ് ആയിട്ട് കുറേ നേരം നമ്മുടെ മെനു ബാറിൽ ഈ ഒരു ഓപ്ഷൻ ഓണായി കിടക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ ടോഗിൾ ഓഫ് ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് ക്ലൗഡ് ഹൈഡ് ആയത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ഓപ്ഷൻ മെനു ബാറിൽ നിന്ന് ഹൈഡ് ചെയ്യാനും ആപ്പിൾ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വരുന്ന ഏറ്റവും വലിയ മാസീവായ ചേഞ്ച് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മുടെ സ്പോർട്സ് സെർച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് കമാൻഡ് പ്ലസ് സ്പേസ് അടിക്കാം, സ്പോട്ട് ലൈറ്റ് സെർച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സ്പോട്ട് ലൈറ്റ് സെർച്ചിൽ ഇനി മുതൽ നിങ്ങൾക്ക് എൻറ്റയർ മാക്ബുക്കിലെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റും. ഈവൻ ദോ ഒരു മെയിൽ ആയിക്കോട്ടെ, ആ ഒരു മെയിലിലെ കോണ്ടെക്സ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരാളെ വിളിക്കാനായിക്കോട്ടെ, ആ ഒരു വ്യക്തിയുടെ പേരടിച്ചു കൊടുത്താൽ നിന്ന് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് ഈ പറയുന്ന ഓരോ ഡാറ്റാസും ഡോക്യുമെൻറ്റ്സും ഫയൽസുകളും ഈ പറഞ്ഞ സ്പോട്ട് ലൈറ്റിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ മെയിൽ നിന്ന് ടൈപ്പ് ചെയ്തു, മെയിൽ നിന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ മൊത്തമായിട്ടുള്ള ഓപ്ഷൻസും ഇവിടെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ മെസ്സേജ്, ഫോൺ, ഷോർട്ട് കട്ട്, ടെക്സ്റ്റ് എഡിറ്റ് എന്നിങ്ങനെ കുറേയധികം ഓപ്ഷൻസും വരുന്നുണ്ട്. ഫോൾഡേഴ്സ്, ഈ പറഞ്ഞ ഓരോ ഓപ്ഷനിലും നമുക്ക് മെയിലിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓർഗനൈസേഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ബാക്ക് പോവാം. ഈ ഒരു ബാക്ക് പോകുമ്പോൾ സ്പോട്ട് ലൈറ്റിൽ ഇവിടെ കുറേയധികം പുതിയ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ ഫയൽ, മൂന്നാമത്തെ ആക്ഷൻസ് എന്ന് പറയുന്നത്, നാലാമത്തെ ക്ലിപ്പ് ബോർഡ്. യെസ്, മാക്ബുക്കിൽ ഫൈനലി ഇപ്പോൾ ക്ലിപ്പ് ബോർഡ് നമുക്ക് ആക്സസ് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി ജസ്റ്റ് നമ്മൾ ഈ സ്പോട്ട് ലൈറ്റ് എടുക്കുകയാണെങ്കിൽ അടുത്താണ് ഫയൽസ് എന്ന് പറയുന്നത്. ഓരോ ഫയൽസും നമുക്ക് പെർട്ടിക്കുലർലി സെലക്ട് ആണെങ്കിൽ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രിവ്യൂ ആണെങ്കിൽ പ്രിവ്യൂ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. അതോടൊപ്പം PDF ആണെങ്കിൽ PDF എടുത്ത് ചെക്ക് ചെയ്യാം. മ്യൂസിക്, ക്വിക്ക് ടൈം പ്ലെയർ എന്നിങ്ങനെ ഓരോ ഓപ്ഷൻസും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അടുത്തൊരു ഫീച്ചറായിരുന്നു ഈ പറയുന്ന ആക്ഷൻ എന്ന് പറയുന്നത്. അത് എടുക്കാനായിട്ട് നമ്മുടെ Command+3 ടൈപ്പ് ചെയ്യാം. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ആക്ഷൻ മോഡിലേക്ക് ജമ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് കട്ടിലേക്കാണ് ജമ്പ് ആയിരിക്കുന്നത്. ഈ പറഞ്ഞ ഷോർട്ട് കട്ടിൽ നമുക്ക് സജഷൻസ് ആയിട്ട് കുറച്ച് വന്നിട്ടുണ്ട്. സെൻഡ് മെസ്സേജ്, സ്റ്റാർട്ട് ടൈമർ, ക്രിയേറ്റ് നോട്ട്, സെൻഡ് മെയിൽ ആൻഡ് ക്രിയേറ്റ് ന്യൂ ഇവൻ്റ് എന്ന് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും സിമ്പിളായിട്ട് നമുക്ക് ആക്ഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. കുറേയധികം ഹെവി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഈസി മെക്കാനിസവും അതേപോലെ സിമ്പിൾ ടാസ്ക് ചെയ്യാനും ഈ പറഞ്ഞ ആക്ഷൻ ഷോർട്ട് കട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ന്യൂ ഇവൻറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ റൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഞാനിവിടെ ജസ്റ്റ് എവിക്ക ട്രയൽ എന്ന് കൊടുത്തു. ഇവിടെ ഫ്രം ടുമാറോ അറ്റ് noon ടു ടുമാറോ അറ്റ് 1 PM എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ടുഡേ എന്ന് കൊടുത്തിട്ട് ടുമാറോ 1 PM എന്ന് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇവൻറ്റുകളും ബാക്കി കാര്യങ്ങളും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇനി
ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് സിംഗിൾ ക്ലിക്കിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ആഡ് ക്വിക്ക് കീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കലണ്ടറിന് എന്ത് ഷോർട്ട്കട്ടാണ് കൊടുക്കുന്നത്, ഞാനിവിടെ ജസ്റ്റ് CAL എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി ഞാൻ ഈ പറഞ്ഞ സ്പോട്ട് ലൈറ്റിൽ കാലിന്ന് അടിച്ചാൽ തന്നെ എനിക്ക് കലണ്ടറിൻ്റെ ഓപ്ഷൻ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതേപോലെ നിങ്ങൾക്ക് ഓരോ ക്വിക്ക് ഷോർട്ട് കട്ടും അല്ലെങ്കിൽ ക്വിക്ക് ആക്ഷൻ കീസും സെറ്റ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങളുടെ ഹെവി ടാസ്കുകളെല്ലാം സിംപ്ലിഫൈ ചെയ്ത് ഇതേപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ക്ലിപ്പ് ബോർഡ് നമുക്ക് ചെക്ക് ചെയ്യാൻ തൊട്ട് മുമ്പ് നമുക്കൊരു വെബ്സൈറ്റിലേക്ക് പോകാം. ജസ്റ്റ് നമുക്കൊരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആപ്പിളിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് എടുക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ടെക്സ്റ്റ് ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഇത്രയും ടെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പിയാണ്. ജസ്റ്റ് കോപ്പി സെലക്ട് ചെയ്തു എന്നിട്ട് കമാൻഡ് C അടിച്ചു, കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പോട്ട് ലൈറ്റ് എടുക്കാം. സ്പോട്ട് ലൈറ്റിൽ ക്ലിപ്പ് ബോർഡ് എന്ന ഓപ്ഷൻ കമാൻഡ് 4 അടിച്ചാൽ ക്ലിപ്പ് ബോർഡ് ആക്സസ് ചെയ്യാം. ഇവിടെ 2 വട്ടം ഞാൻ കോപ്പി ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര മണിക്കാണ് ഞാൻ കോപ്പി ചെയ്തത്, എന്താണ് ഞാൻ കോപ്പി ചെയ്തത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 9:16 കോപ്പി ചെയ്ത സെയിം ടെക്സ്റ്റും ബാക്കി ടൈമും ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യമാണ് കോപ്പി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് കോപ്പി ചെയ്യാനും പറ്റുന്നതാണ്. ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. അടുത്തതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. യെസ്, ഐഫോൺ മിററിംഗ് കൂടെ വന്നപ്പോഴത്തേക്കും ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കുറച്ചും കൂടെ എൻഹാൻസ് ആയിട്ടാണ് ഈ പറഞ്ഞ ഐഫോൺ കണ്ടിന്യൂറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഐഫോൺ മിററിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ ഇല്ലെങ്കിൽ പോലും ഈസി ആയിട്ട് ഐഫോണിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാം. സോ ഈ ഒരു മാക്കോസ് താഹോയിലേക്ക് വരുമ്പോൾ നമുക്ക് ലൈവ് ആക്ടിവിറ്റിയും കൂടെ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോണിൽ വെച്ച് നമുക്ക് മിറർ ചെയ്ത് സൊമാറ്റോ, സ്വിഗ്ഗിയോ എന്തെങ്കിലും നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഊബറോ എന്ത് ബുക്ക് ചെയ്താലും ഈ പറയുന്ന ലൈവ് ആക്ടിവിറ്റി മാക്കോസിലേക്ക് വരികയും നിങ്ങൾക്ക് ഫോൺ എടുക്കാതെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മാക്ബുക്കിൽ തന്നെ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് കണ്ടിന്യൂറ്റിയും എക്കോസിസ്റ്റവും കുറച്ചും കൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മാക്കോസ് താഹോയിൽ വന്ന ഏറ്റവും പുതിയ ആപ്ലിക്കേഷനാണ് ഫോൺ എന്ന് പറയുന്നത്. യെസ്, നമുക്ക് ഏറ്റവും പുതിയ ഫോൺ എന്ന ആപ്ലിക്കേഷൻ മാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു മാക്ബുക്കിൻ്റെ ഫോൺ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഫോൺ ആപ്പിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോൺ ആക്സസ് ആണ് വന്നിരിക്കുന്നത്. ഓരോ കോൾ ഹിസ്റ്ററിയും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ആക്സസ് ചെയ്യാം. വോയിസ് നോട്ടും ബാക്കി ഡീറ്റെയിൽസും ഇവിടെയും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇനി ഈ പറഞ്ഞ മാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡയലർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് മാക്ബുക്കിൽ നിന്ന് വിളിക്കാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവരുന്നത്. അടുത്ത് വന്ന ആപ്ലിക്കേഷനാണ് ജേണൽ എന്ന് പറയുന്നത്. നമുക്ക് നേരെ ഈ പറഞ്ഞ ജേണൽ ആപ്പിലേക്ക് പോകാം. ജേണൽ ആപ്പ് ഇത്ര നാൾ നമുക്ക് ഐഫോണിൽ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ മാക്കോസ് താഹോയിലേക്കും iPadOS 26ലേക്കും ഈ പറഞ്ഞ ജേണൽ ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ജേണൽ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ജേണൽ ആപ്പിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ മാക്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഐക്ലൗഡായിട്ട് സിങ്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എല്ലാ ആപ്പിൾ ഡിവൈസിലേക്കും ഈ ഒരു ജേണൽ സിങ്ക് ആവുന്നുണ്ട്. ഈ ഓരോ ജേണലിലും നിങ്ങൾക്ക് കുറേയധികം പുതിയ പുതിയ ഓപ്ഷൻസും നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡും ആൻഡ് എല്ലാ ഇമോഷൻസും മ്യൂസിക്സും അതോടൊപ്പം നിങ്ങളുടെ ലൈവ് സ്റ്റേറ്റസും ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ജേണൽ ആപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ മൂഡും അതോടൊപ്പം ഓരോ ഡേയും എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് ഒരു ഡയറി പോലെ ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത വരുന്ന ആപ്ലിക്കേഷനാണ് ഗെയിംസ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രാൻഡ് ന്യൂ ആപ്ലിക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് പേര് പോലെ തന്നെ ഫുൾ ഗെയിംസിലാണ്. പക്ഷേ മാക്ബുക്ക് യൂസർ ഏറ്റവും കൂടുതൽ ഗെയിംസിനെക്കാട്ടും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓരോ മാക്ബുക്കിലും ഗെയിമും കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതിൻ്റെയും കൂടെ സ്ട്രെങ്ത് ഉണ്ട് എന്ന് ആപ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓരോ മാക്ബുക്കിലും നമുക്ക് ഗെയിംസിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇവിടെ കുറേയധികം ഗെയിംസിൻ്റെയും അതേപോലെ ഗെയിം ആർക്കേഡിൻ്റെയും ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഏറ്റവും പൊക്കത്ത് ഇവിടെ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൽ ഓരോ ഓപ്ഷൻസും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നേരെ നമുക്ക് ആർക്കേഡ് എടുക്കാം. ആർക്കേഡിൽ ഈ സെലക്റ്റഡ് ആയ ഗെയിംസും അതേപോലെ പ്ലേഡ് ഗെയിംസും നമുക്ക് ആക്സസ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, ലൈബ്രറി എന്ന ഓപ്ഷൻ ഉണ്ട്, അതോടൊപ്പം സെർച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ 5 ഓപ്ഷൻസാണ് ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് മാഗ്നിഫയർ എന്ന് പറയുന്നത്. യെസ്, അവസാനം ഈ പറയുന്ന മാഗ്നിഫയറും കൂടെ മാക്ബുക്കിലേക്ക് വന്നിട്ടുണ്ട്. ഈ പറയുന്ന മാക്കോസ് താഹോൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓൾറെഡി ആപ്പിൾ പറഞ്ഞായിരുന്നു മാക്കോസിൽ ഈ പറഞ്ഞ മാഗ്നിഫയർ വരുന്നത് കുറേയധികം ഡിസേബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഐസൈറ്റിനോ അല്ലെങ്കിൽ വിഷന് കുറച്ച് കുറവുള്ള ആൾക്കാർക്ക് ഫോക്കസ് ചെയ്താണ് മാഗ്നിഫയർ വന്നിരിക്കുന്നത്. ഈ മാഗ്നിഫയർ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും
ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് സൂം ചെയ്ത് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ മാഗ്നിഫയറിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്യാമറ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഐഫോൺ ക്യാമറ, ഐഫോൺ ഡെസ്ക് വ്യൂ ക്യാമറ എന്ന് കാണാൻ പറ്റും. ഐഫോൺ ക്യാമറ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ പറയുന്ന ഫോൺ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുകയും എനിക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസും ഈ പറഞ്ഞ ഐഫോൺ കണക്ട് ചെയ്ത് ലഭിക്കുന്നുണ്ട്. സോ മാഗ്നിഫയർ ഇനി ഞാനിവിടെ സെൻട്രൽ സ്റ്റേജ് ആക്സസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഓരോ കാര്യങ്ങൾക്കും എനിക്ക് ഈ പറയുന്ന സെയിം മാഗ്നിഫൈങ്ങും അതോടൊപ്പം ബാക്കി ഡീറ്റെയിൽസും ഇവിടെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടും കുറേയധികം ഡിസേബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ക്ലാസ്സോ ബാക്കി എന്തെങ്കിലും പെർട്ടിക്കുലർ തിങ്ങോ ഫോക്കസ് ചെയ്യാൻ ഈ ഒരു മാഗ്നിഫയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ആപ്ലിക്കേഷനാണ് സഫാരി എന്ന് പറയുന്നത്. സഫാരിയിലും നമുക്കൊരു പുതിയ ലുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ്റെ എഡ്ജും ഒരു റൗണ്ടഡ് കോർണർ ഷേപ്പിലേക്ക് പോയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഈ ഓരോ സൈഡിലും സ്കെയിൽ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും മാറിയിട്ടുണ്ട്. ഇവിടെ 2 പുതിയ ടാബുകൾക്കും പുതിയ ലുക്ക് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഓരോ ടാബിൻ്റെയും ബാക്കിലൂടെ അഡ്രസ് ബാറിൻ്റെ ഉള്ളിൽ പോലും നിങ്ങൾക്ക് ആ ഓരോ വേർഡ്സിൻ്റെയും റിഫ്ലക്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പറയുന്ന പുതിയ മാക്ഓസിൻ്റെ സഫാരി ആപ്ലിക്കേഷനും സെറ്റ് ചെയ്യുന്നത്. ഓരോ വെബ്സൈറ്റും ഈ പറഞ്ഞ മാക്ഓസ് താഹോയിലേക്ക് വന്നപ്പോൾ സഫാരിയിൽ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത് വരുന്ന ഒരു മേജർ ചേഞ്ച് നമ്മുടെ ഈ പറയുന്ന മെസ്സേജിങ് ആപ്പിലാണ്. മെസ്സേജിങ് ആപ്പിൽ നിങ്ങൾക്ക് ഇനി മുതൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം, ഈ പറഞ്ഞ കളേഴ്സ് ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മാംഗോ എന്ന ഓപ്ഷൻ ഉണ്ട്, ഐസ്, പ്ലം, ഡീപ് സീ, ഗ്രീൻ ആപ്പിൾ എന്നുള്ള കുറേയധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഗ്രീൻ ആപ്പിൾ സെലക്ട് ചെയ്തു. ഗ്രീൻ ആപ്പിൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്കും ഈ പറഞ്ഞ കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ സെയിം കളർ സെറ്റ് ചെയ്തു. സെറ്റ് കൊടുത്താൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതാണ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇമേജ് പ്ലേ ഗ്രൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ആപ്പിൾ ഇൻ്റലിജൻസ് പ്രോംപ്റ്റിൽ നമുക്ക് പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് സ്കൈ, വാട്ടർ, ഔറോറ എന്നുള്ള കുറേ ഓപ്ഷൻസും ആപ്പിളിവിടെ കൊണ്ടുവന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോസ്, ലിങ്ക്സ്, ഡോക്യുമെൻറ്റ്സ് എന്നിങ്ങനെ കുറേയധികം ഓപ്ഷൻസ് നമ്മൾ സെൻഡ് ചെയ്യുന്ന എല്ലാ ഫയൽസിൻ്റെയും ഡോക്യുമെൻറ്റ്സിൻ്റെയും ഓപ്ഷൻ ഇവിടെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെസ്സേജിങ് ആപ്പിലും ആപ്പിൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ മാക്ഓസ് താഹോയുടെ ഫസ്റ്റ് ഇനീഷ്യൽ ഹാൻഡ്സ് ഓൺ റിവ്യൂ എന്ന് പറയുന്നത്. ഇതിലും കുറേയധികം ഹിഡൻ ഫീച്ചേഴ്സും മാറ്റങ്ങളും നമ്മുടെ മാക്ബുക്കിൽ വരുന്നുണ്ട്. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ മാക്ബുക്ക് യൂസേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.